ഇനി തിരുവനന്തപുരത്തെ ഒരു വാർത്തയിലേക്ക് വരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP ടിക്കറ്റിന് ഒറ്റയടിക്ക് 10 രൂപ വീതം ഈടാക്കാൻ തീരുമാനം. ആദ്യമായി OPയിൽ വരുന്ന രോഗികൾക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ മാസം മുതൽ ഇത് നടപ്പാക്കും. ഒരു ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ നേരത്തെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജിലാണ് സർക്കാർ ഒരു മുന്നറിയിപ്പും കൂടാതെ ഒറ്റയടിക്ക് OP ടിക്കറ്റിന് 10 രൂപ ആക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, മെയ് 1 മുതൽ മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ. സാധാരണക്കാർ വന്നാൽ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു, അതേ തുടർന്ന് തീരുമാനം മാറ്റിവെച്ചിരുന്നു. പക്ഷേ ലോക തൊഴിലാളി ദിനം മുതൽ തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ പാവപ്പെട്ടവരുടെ ആശുപത്രിയിൽ OP ടിക്കറ്റിന് 10 രൂപ. ശ്രീനന്ദ, വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ ദിവസം മെയ് 1 ഈ ഒരു തീരുമാനം പുറപ്പെടുവിക്കാനുള്ളൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയത്. എന്നാൽ മെയ് 1 പൊതു അവധി ആയതിനാൽ ഇന്ന് മുതൽ മെയ് 2 തീയതി മുതലാണ് OP ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സൗജന്യ OP സേവനമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിർത്തലാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് മുതൽ ഒരു OP ടിക്കറ്റിന് 10 രൂപ ഏർപ്പെടുത്താനാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ OP ടിക്കറ്റിന് നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ പ്രതിഷേധത്തെ തുടർന്നാണ് ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം പിൻവലിക്കേണ്ട ഒരിട വന്നത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും OP ടിക്കറ്റിന് ചാർജ് ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് എന്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അങ്ങനെ ഒരു ചാർജ് ഏർപ്പെടുത്തിക്കൂടാ എന്നൊരു തീരുമാനം ആശുപത്രി വികസന സമിതിയാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 75 വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് മെഡിക്കൽ കോളേജിൽ നിരക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. വിനോദ് മുൻപ് പറഞ്ഞതുപോലെ 1 തീയതി വരേണ്ട ഒരു തീരുമാനമായിരുന്നു. എന്നാൽ 1 തീയതി പൊതു അവധി ആയതിനാൽ അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നു മുതൽ ഈ ഒരു തീരുമാനം നിലവിൽ വന്നിട്ടുണ്ട്. BPL വിഭാഗത്തിലുള്ളവർക്ക് OP ടിക്കറ്റിന് പണം നൽകേണ്ട ആവശ്യമില്ല എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു വിഭാഗം, ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി ഒരു OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അടുത്തൊരു വേറൊരു വിഭാഗത്തിലുള്ള ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വീണ്ടും OP ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 10 രൂപ നൽകി വീണ്ടും ഒരു OP ടിക്കറ്റ് എടുത്താൽ മാത്രമേ വിഭാഗത്തിലുള്ള ഒരു ഡോക്ടറിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എടുത്തു വേണം ഇനി അവിടെ വരുന്ന രോഗികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് മെഡിക്കൽ കോളേജിന്റെ സേവനങ്ങൾ ലഭിക്കുന്നത്. വിനോദ്, അപ്പോൾ തീർച്ചയായും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ തീരുമാനം നടപ്പാക്കുമ്പോൾ മറ്റു ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുള്ള മറ്റു സ്ഥലങ്ങളിലും ഇപ്പോൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ, അവിടെയൊക്കെ സമാനമായ നിലയിൽ ഈ തീരുമാനം സർക്കാർ അടിച്ചേൽപ്പിക്കുമെന്ന് കരുതാം അല്ലേ ശ്രീനന്ദ? അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും വിനോദ്, ഇപ്പോൾ ഈ ഒരു തീരുമാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും മറ്റു ജില്ലകളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇതേപോലുള്ള ഒരു തീരുമാനം സർക്കാർ ഉടൻ തന്നെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഇതും നമുക്കിപ്പോൾ പറയാനില്ല. കാരണം എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് പുതിയതായി ഇനിയും മറ്റു മെഡിക്കൽ കോളേജുകളിലും ഈ ഒരു തീരുമാനം തന്നെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. എന്നാൽ ഇതുവരെ യാതൊരുവിധ നീക്കുപോക്കുകളും നടന്നിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ അതിനൊരു തീരുമാനം വരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനോദ്, പാവപ്പെട്ടവർക്ക് സൗജന്യ ആരോഗ്യം നൽകാനുള്ള സർക്കാരിൻ്റെ കാലങ്ങളായുള്ള സർക്കാരിൻ്റെ നയം വളരെ പെട്ടെന്ന് തിരുത്തുകയാണ്. മെഡിക്കൽ കോളേജിൽ OP വിഭാഗത്തിൽ 10 രൂപ ടിക്കറ്റ് ഏർപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അത് ആദ്യം നടപ്പാക്കിയിട്ടുള്ളത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശ്രീനന്ദ.